നമസ്കാരം. നമ്മുടെ കഥ തുടരുകയാണ്. അങ്ങനെ അവളെന്ത് ചെയ്തു, വീട്ടിലെത്തിയപ്പോൾ അവൾ വിചാരിച്ചത് തന്നെ കണ്ടാൽ ചേച്ചിമാർക്കും അച്ഛനൊക്കെ ഒരുപാട് സന്തോഷമാവുന്നതാണ്. പക്ഷെ അവരത്ര വലിയ സന്തോഷമൊന്നും കാണിച്ചില്ല. അവർ പതിവ് പോലെ അവളെ സ്വീകരിച്ചു, വീട്ടിലേക്ക് കയറ്റിയിരുത്തി. അവൾ ഭക്ഷണമൊക്കെ കഴിച്ചു. പക്ഷേ ആ വീട്ടിലൊരാളെയാണെന്ന് അവൾക്ക് തോന്നാതെ അവർക്ക് ആർക്കും തന്നെ കാണാത്തതിൽ വിഷമമില്ല എന്ന് മനസ്സിലായി. അവർ വളരെ ഹാപ്പിയായിട്ട് ജീവിക്കുകയാണെന്ന് മനസ്സിലായി. അങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ അവിടെ താമസിച്ചു. അങ്ങനെ കഴിഞ്ഞപ്പോൾ അവൾക്ക് ഇങ്ങനെ ഒരു വല്ലാത്ത വിഷമം തോന്നി. തന്നെ എന്നും കാണാൻ വരുന്ന മൃഗത്തിനോട് അവൾക്ക് വല്ലാത്തൊരു സ്നേഹം തോന്നി തുടങ്ങി. അറിയാതെ ഉള്ളിൻ്റെ ഉള്ളിലൊരു സ്നേഹം, അവനെ ഒന്ന് കാണാൻ, മൃഗത്തിനെ ഒന്ന് കാണണം എന്നുള്ള തോന്നൽ. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു. ക്ഷമിച്ചിങ്ങനെ ഇരുന്നു. ഒരു ദിവസം അവളൊരു സ്വപ്നം കണ്ടു. ഒരു കടൽ തീരത്ത് ഒരു സുന്ദരിയായിട്ടുള്ള സ്ത്രീ ഇങ്ങനെ നടക്കണം. ഇവളെ കാണുകയാണ്. പറയണ, നിന്നെ ആ കാത്താമൃഗം ഇരിക്കുന്നുണ്ട്, അത് വയ്യാതെയാണോ, അവശനാണോ എന്ന് പറയും. അപ്പോൾ അവൾക്ക് ഭയങ്കര വിഷമമാവും. അവളന്ന് പിറ്റേ ദിവസം രാവിലെ ഇങ്ങനെ അവൾ വീണ്ടും ചിന്തിക്കും, എന്ത് വേണമെന്ന്, തിരിച്ചു പോണ്ടേന്ന്. അവസാനം അവൾ രാത്രിയായപ്പോൾ അവൾക്ക് തോന്നി, ആ മൃഗത്തിൻ്റെ അടുത്തേക്ക് പോയേ പറ്റൂ, തന്നയ്ക്ക് ഇവിടെ ആരുമില്ല, തന്നെ ആർക്കും വേണ്ട എന്നൊക്കെ അവൾക്ക് തോന്നി. അവൾ പതുക്കെ ആ മോതിരം പിടിച്ച് ആ മൃഗത്തിനെ വിചാരിച്ചു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ കുതിര ഉമ്മർത്തുണ്ട് വീടിൻ്റെ. അവൾ ആ കുതിരപ്പുറത്ത് കയറി ആ പഴയ കൊട്ടാരത്തിലെത്തി. നോക്കുമ്പോൾ അവിടെ ആരുമില്ല, കാണാനില്ല. അന്ന് രാത്രി പതുപോലെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ മൃഗം വരുമെന്ന് വിചാരിച്ചു. പക്ഷെ മൃഗം വന്നില്ല. അവൾക്കാകെ വിഷമായി, ആവലാതിയായി. അവൾ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്ന് ആ കൊട്ടാരം പോലത്തെ വീടിൻ്റെ ഉള്ളിൽ ഓരോ മുറികളും തിരഞ്ഞു. അവൾ അതുവരെ ഭാഗത്തേക്കൊന്നും പോവാത്ത ഭാഗങ്ങളിലൊക്കെ തിരഞ്ഞു തുടങ്ങി. അവസാനം ഒരു ചെറിയ വാതിൽ കണ്ടു. ആ വാതിൽ പുറത്തേക്കുള്ളൊരു വാതിലായിരുന്നു. അത് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ ഒരു മൃഗം അവിടെ വശനായിട്ട് കിടക്കണം. ഇവളെ കണ്ടിട്ട് അതിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. അവൾ വേഗം കുറച്ച് വെള്ളമൊക്കെ എടുത്ത് ആ മൃഗത്തിന് കൊടുത്തു. അതിനെ പതുക്കെ തലോടി ആശ്വസിപ്പിച്ചു. അപ്പോൾ അതിനൊരാശ്വാസമായി. അതിന് കുറേശ്ശെ ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു. അത് പതുക്കെ എണീറ്റിരിക്കാൻ തുടങ്ങി, നടക്കാൻ തുടങ്ങി. അന്നേരം മുതൽ രാത്രി വീണ്ടും ഇവളുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ ചോദിച്ചു, നിനക്ക് സന്തോഷമായില്ലേ വീട്ടിൽ പോയിട്ട് ചോദിച്ചു. അപ്പോൾ അവിടെ ആർക്കും എന്നെ വേണ്ടാന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളെന്നെ സ്നേഹിക്കണ പോലെ ആരും എന്നെ സ്നേഹിക്കണില്ല എന്ന് മനസ്സിലായി. അപ്പോൾ അയാൾ പറഞ്ഞു, ആ മൃഗം പറഞ്ഞു, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ വയ്യ, എനിക്ക് തന്നെ അത്ര ഇഷ്ടമാണ്. നീ ഒരു 2-3 ദിവസം കൂടി വൈകിച്ചാൽ ഞാൻ മരിച്ചു പോയേനെ. കാരണം നീ പോയ ശേഷം ഒരു ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല, എനിക്ക് ഒന്നും കഴിക്കാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ആ സ്നേഹവും കണ്ടപ്പോൾ ഇവൾക്ക് ഭയങ്കര സങ്കടവും സന്തോഷമൊക്കെ വന്നു. അവൾ പറഞ്ഞു, എന്തായാലും ശരി, ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാണ് പറഞ്ഞു. അതോടുകൂടി ആ മൃഗത്തിന് സന്തോഷമായി. പെട്ടെന്ന് ജനലിൽ കൂടെ നോക്കുമ്പോൾ ഭയങ്കര വെളിച്ചങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു. പൊട്ടിച്ചതറണ വെളിച്ചങ്ങൾ. പെട്ടെന്ന് തിരിഞ്ഞു നോക്കി വീണ്ടും മൃഗത്തിനെ നോക്കുമ്പോൾ ആ മൃഗം മാറി, അത് നല്ലൊരു രാജകുമാരനായി മാറിയിരുന്നു. അപ്പോൾ പറഞ്ഞു, എനിക്കൊരു ശാപം കിട്ടിയതാണ്. ഏതെങ്കിലും ഒരു പെൺകുട്ടി വളരെ സ്നേഹത്തോടെ എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാവണോ അന്ന് എനിക്കെൻ്റെ പഴയ രൂപം തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് നീ അതിന് തയ്യാറായി, എനിക്കെൻ്റെ പഴയ രൂപം തിരിച്ചു കിട്ടുകയും ചെയ്തു. ഒരുപാട് സന്തോഷമായി. ഇനി നമുക്ക് സുഖമായിട്ട് ജീവിക്കാമെന്നും പറഞ്ഞു. അവൾക്കും വളരെ സന്തോഷമായി. അങ്ങനെ ആ രാജകുമാരൻ്റെ കൂടെ പിന്നീടുള്ള കാലം അവൾ സുഖമായിട്ട് ജീവിച്ചു. ഓക്കെ, കഥ ഇഷ്ടമായോ?